ഞാൻ പണ്ട് 1964 ആണ് ഞാൻ ദർസ് തുടങ്ങിയത്. അപ്പം ദർസ് തുടങ്ങിയ ഉടനെ എല്ലാവരും കേട്ടോട്ടെ, ഞാൻ തെറ്റിയാണ് രണ്ടു മിനിറ്റ് പറയാം. ദർസ് തുടങ്ങിയ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് അജ്മീറിൽ പോയിട്ട് സിയാറത്ത് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ ഞാനും എൻ്റെ ഒരു പഴയ സുഹൃത്ത് KM മുഹമ്മദ് മാത്തോട്ടം രണ്ടാളും ബോംബെയിലേക്ക് പുറപ്പെട്ട്, ബോംബെയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പൈസ ഇല്ല, യാതൊരു നിവൃത്തിയുമില്ല. ബോംബെയിലേക്ക് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോയി. ഇൻഷാ അല്ലാഹ് ബോംബെയിൽ സിയാറത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, ഉണ്ടായാൽ അജ്മീറിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് മടങ്ങാം എന്നുദ്ദേശിച്ച് അങ്ങനെ ബോംബെ ചെന്ന് ഞങ്ങൾ താമസിക്കുന്ന ഒരു റൂമിൽ മഗ്‌രിബിൻ്റെ ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാൾ തമ്മിൽ വാദപ്രതിവാദം നടക്കുന്നുണ്ട്. ഒന്ന് സുന്നിയും ഒന്ന് അസുന്നിയുമാണ്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഉറുദുവിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ സുന്നിൻ്റെ ഭാഗത്ത് കൂടി. അപ്പോൾ പിന്നെ മറ്റേ ആൾ ഇട്ടച്ച് പോയി, ദേഷ്യം പിടിച്ചിട്ട് തോറ്റുപോയി. അപ്പോൾ ഈ സുന്നിയായ ആൾ എന്നോട് പറഞ്ഞു, നിങ്ങളെന്തിനാ വന്നത് സിയാറത്ത്? എന്നാൽ ഞാൻ എന്താ വരുന്നതെന്ന് പറഞ്ഞ ആൾ ഉടനെ പോയിട്ട് കാറ് വിളിച്ച് കൊണ്ടുവന്ന് ബോംബെ ടൗണിലുള്ള 10 സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ട് സിയാറത്ത് ചെയ്യിപ്പിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും അജ്മീറിൽ പോകാൻ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൂത്തുപറമ്പുകാരൻ ഒരു മൊയ്തു ഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഞാൻ വഴുതിന് പോയപ്പോൾ പരിചയമുള്ള ഒരാളാണ്. അയാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അജ്മീറിൽ പോയി തിരിച്ചു വരണം, അതിന് കുറച്ച് കാശ് കടം തരണം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ ആവശ്യമായ കാശ് അദ്ദേഹം ഞങ്ങൾക്ക് കടം തന്നു. അങ്ങനെ ഞങ്ങൾ അജ്മീറിലെത്തി. അജ്മീറിലെത്തിയിട്ട് വീരാനൂലപ്പാപ്പ ഉണ്ടാക്കിയൊരു വീടുണ്ട്, മലബാർ ഹൗസ്. അവിടെ പോയി ഉറങ്ങി. നേരം വെളുത്ത് നല്ല കുപ്പായം, ടർലിൻ എന്ന് പറഞ്ഞിട്ടൊരു ശീലമുണ്ട് അന്നൊക്കെ, ടറി കോട്ടൺ ടർലി എന്നൊക്കെ ആ പേര് പറയാം. എൻ്റെ ജീവിതത്തിൽ ആദ്യം ഒരാൾ തന്നതാണ്. അതുകൊണ്ടൊരു കുപ്പായൊക്കെ അടുപ്പിച്ചിട്ട് അത് വിട്ട് സിയാറത്തിന് പോവുകയാണ്. കഠിനമായ തണുപ്പുമുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു പുതപ്പ് വേലൂരിൽ നിന്ന് വരുമ്പോൾ മേലിടാൻ പറ്റിയൊരു ചൂടുള്ള സാധനം ഉണ്ടായിരുന്നു, അത് വിട്ട് ഇങ്ങനെ പോവാം. ഇങ്ങനെ മക്കാമിലേക്ക് പോകുമ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്നു. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുതിയിട്ടിരുന്നു ഇങ്ങനെ കൈ കൊണ്ട് വിളിച്ചു. അപ്പം എനിക്ക് തോന്നി ഇയാളെ ചോദ്യം തട്ടിപ്പോകാൻ പറ്റൂല, എന്താണെന്നറിയാലോ. ചെന്ന പാട് തന്നെ അസ്സലാമു അലൈക്കും, ആ പുതപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. വേറെ വർത്താനമൊന്നുമില്ല. പുതപ്പ് വേണമെന്ന് പറഞ്ഞ് ഞാൻ പുതപ്പ് കൊടുക്കുകയും ചെയ്തു. പുതപ്പ് കൊടുത്ത് സിയാറത്ത് ചെയ്ത് മടങ്ങി വരുമ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കുപ്പായ എനിക്ക് വേണം. ഏത് കുപ്പായ? എൻ്റെ ജീവിതത്തിൽ ആദ്യം ഇട്ട കുപ്പായ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, ബുഖാരിയിലൊരു ഹദീസുണ്ട്, മലക്കളെ അല്ലാഹു തആല പരിശോധിക്കാൻ വേണ്ടി അയച്ച ഹദീസുണ്ട്. അതങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയതൊരു പക്ഷേ എന്നെ പരിശോധിക്കാതിരിക്കാം. ഞാൻ പറഞ്ഞ ഉടനെ ഞാൻ റൂമിൽ പോയി പഴയ കുപ്പായ ഇട്ടിട്ട് ഇത് നിങ്ങൾക്ക് കൊണ്ടുതരാം പറഞ്ഞ മാതിരി റൂമിൽ പോയി പഴയ കുപ്പായ എടുത്തിട്ട് ഈ പുതിയ കുപ്പായം അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം ഒരു മോതിരം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ നാട്ടിലെത്തിയപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി 2 കുപ്പായം അടുപ്പിക്കാനുള്ള ഫോറിൻ ശീല
വന്നിരിക്കുന്നു പോസ്റ്റ് ഓഫീസിൽ. അതിലൊരു തുണ്ട് കടലാസിൽ എഴുതിയിട്ടുണ്ട്, ഇത് നീ തന്നെ ഷർട്ട് ഉണ്ടാക്കി ഇടണം, വേറെ ആർക്കും കൊടുക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആരായിരുന്നു ആ വിളിച്ചത്, എന്ത് പരിശോധനയാണ് എന്നൊന്നും എനിക്കറിയില്ല. ആ കാലത്ത് ഒരു കുപ്പായം വാങ്ങാൻ കഴിവില്ലാത്ത എനിക്ക് പിന്നീട് ഇന്ന് വരെയും കാശ് കൊടുത്ത് കുപ്പായം തുന്നിക്കേണ്ടി വന്നിട്ടില്ല. ഓരോ ആളുകളും അവർ അടിക്കുന്ന ഒരു കുപ്പായം ഞാൻ ഇട്ടെങ്കിൽ നന്നായിരുന്നു എന്ന് കരുതിയിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ സാധുക്കളായ ആളുകളെ കാണുമ്പോൾ ആരും നിസ്സാരപ്പെടുത്തരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അക്കൂട്ടത്തിലൊക്കെ നല്ല നല്ല ആളുകളുണ്ടാവും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നല്ല നിലയിൽ ജീവിക്കാനും നല്ല നിലയിൽ മരിക്കാനും തൗഫീഖ് നൽകട്ടെ. എല്ലാ വിഷമത്തൊന്നും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ.